ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നോർമൽ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി എംബ്രോയിഡറി സ്റ്റിച്ചാണ്. അതിൻ്റെ പേരാണ് ഓപ്പൺ ചെയിൻ സ്റ്റിച്ച്. അതിന് എംബ്രോയിഡറി ത്രെഡിലെ 6 ഇഴയിലെ 3 ഇഴ കോർത്തെടുക്കുക. ഞാനിവിടെ ഓൾറെഡി കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് തുടർന്ന് വീഡിയോ കാണാം. ആദ്യം തന്നെ 3 ഇഴ കോർത്തെടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് 2 ലൈൻ വരച്ചു കൊടുത്താൽ ഒരേ ഭംഗിയിൽ ഒരേ വൃത്തിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ആ വരച്ച 2 വരയിൽ ആദ്യത്തെ ലൈനിലൂടെ മെല്ലെ സൂചി പുറത്തെടുക്കുക. അതിനുശേഷം നേരെ താഴെ കുത്തി വീണ്ടും മുകളിലത്തെ ലൈനിൽ തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് ഈ പുറത്ത് നിൽക്കുന്ന ഈ നൂല്, ഫസ്റ്റ് നൂല്, ഇതിനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം ടൈറ്റിൽ കൊണ്ടുവരരുത്, കുറച്ച് ലൂസിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ട് മെല്ലെ നിർത്തി ഇങ്ങനെ വലിക്കരുത്. വലിച്ചെടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ചെരിഞ്ഞു പോവും. ചെരിയരുത്, ലൂസാക്കി പിടിച്ച് രണ്ടാമത്തെ ലൈനിന്റെ ആദ്യത്തെ ലൈനിൽ നമ്മൾ കുത്തി പുറത്തെടുത്തില്ലേ, അതിന്റെ നേരെ താഴെ കുത്തി വീണ്ടും ഫസ്റ്റ് ലൈനിൽ മുകളിലത്തെ ലൈനിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ടൈറ്റ് ആക്കാൻ പാടുള്ളൂ, ഈ ത്രെഡ് ടൈറ്റ് ആക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെരിഞ്ഞിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്കിവിടെ ആദ്യത്തെ ലൈനിൽ കിട്ടിയിരിക്കുന്നത്. രണ്ടും കൂടി ചേർന്നിട്ടുള്ള ലൈനിൽ സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി വീണ്ടും അതേപോലെ തന്നെ ഒന്നും കൂടി ചുറ്റി വീണ്ടും ഇങ്ങനെ മെല്ലെ പുറത്തെടുക്കണം. എടുക്കുമ്പോൾ വളരെ ടൈറ്റ് ആയിട്ട് പിടിക്കരുത്, കുറച്ച് ലൂസ് ഉണ്ടാവണം. കാരണം ഇവിടെ നമ്മളൊന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നിൽക്കുന്നത്. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ലൈനിൽ മെല്ലെ കുത്തി സ്ട്രെയിറ്റ് ലൈനായിട്ട് കുത്തണം. എവിടെയാണോ നമ്മൾ മുകളിൽ കുത്തി അതേ ലൈനിൽ താഴെ കുത്തി വീണ്ടും മുകളിലേക്ക് എടുക്കാം. അങ്ങനെ മുകളിലേക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടൂ, ഇങ്ങനെ ഈ നൂലൊന്ന് ടൈറ്റ് ആക്കാൻ പാടൂ. ടൈറ്റ് ആക്കിയതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് അവിടെ വന്നിട്ടുണ്ടാവും. ശേഷം വീണ്ടും ചുറ്റിയെടുക്കുന്നതിന്റെ കഴിയുന്നതോടൊപ്പം തന്നെ കുറച്ച് ലൂസാക്കി പിടിക്കണം. സ്പീഡോടുകൂടി വലിച്ചു പിടിക്കരുത്, കുറച്ച് ലൂസാക്കി പിടിക്കുക. എന്നിട്ട് അവിടെ ഒരു ഗ്യാപ്പ്, ഒരു വിരലിന്റെ ഗ്യാപ്പ് അവിടെ ഉണ്ടാവണം. അതിനുശേഷം വീണ്ടും നേരെ താഴെ കുത്തി വീണ്ടും പുറത്തെടുക്കുക. എന്നിട്ട് ടൈറ്റ് ആക്കുക. എന്നിട്ട് വീണ്ടും സൂചി ഇങ്ങനെ എടുത്ത് വീണ്ടും ഇങ്ങനെ ചുറ്റി, അതിനുശേഷം ഇറുക്കാൻ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മെല്ലെ വലിക്കുക, ഒരു ഗ്യാപ്പ് വിടണം. എന്നിട്ട് വീണ്ടും രണ്ടാമത്തെ ലൈനിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലൈനിൽ മുകളിലേക്ക് കുത്തിയെടുക്കുക. ശേഷം മെല്ലെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്തു പോരും. അതിനുശേഷം നിർത്തുമ്പോ മെല്ലെ എവിടെയാണ് മുകളിലാണ് നമ്മൾ നിർത്താൻ നിന്നത് അവിടെ തന്നെ ടൈറ്റ് ആക്കുക. ശേഷം മെല്ലെ ഈ സൈഡിലും മെല്ലെ കൊടുന്ന് വീണ്ടും ഇവിടെയും ടൈറ്റ് ആക്കുക. അപ്പോഴാണ് ആ സ്റ്റിച്ച് കറക്റ്റ് ആയിട്ട് ഇവിടെ നമുക്ക് കാണുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ചെയിൻ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ബോർഡർ ആയിട്ട് ചുരിദാറിലും ഉടുപ്പിന്റെ യോക്ക് പാർട്ടിലും പിന്നെ ബ്ലൗസിന്റെ സ്ലീവ്സിലും ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഞാൻ ചെയ്ത ചെറിയൊരു എംബ്രോയിഡറി വർക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം.
ചെയ്ത ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ ആണിത്. ഇതുപോലെ നിങ്ങളും മക്കളുടെ ഉടുപ്പിലും പിന്നെ നമ്മുടെ ചുരിദാറിന്റെ യോക്ക് പാർട്ടിലും ബ്ലൗസിലും ഒക്കെ ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ ആദ്യമായി കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.